തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെ അധിക്ഷേപിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ ആദ്യം ഇടപെട്ടത് BJP ആണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. പ്രസ്താവന ഖേദകരമാണെന്നും ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MP-മാർ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചിരുന്നുവെന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഈ പ്രശ്നം സംബന്ധിച്ച് ഏറ്റവും ആദ്യം പ്രതിരോധമുയർത്തിയതും രാജ്യ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നതും നമ്മുടെ ഇടതുപക്ഷ MP-മാരാണ് എന്നുള്ള കാര്യം അവിതർക്കിതമായ കാര്യമാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നത്. പക്ഷേ ചിലരിവിടെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത് BJP ആണ് എന്ന നിലയിലുള്ള ഒരു പ്രസ്താവന. അത് അത്യന്തം ഖേദകരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, സത്യം തുറന്നു പറഞ്ഞ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിനെ അധിക്ഷേപിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ബിന്ദു പറയുന്നത്? നീലിമ, വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദവുമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ തൃശ്ശൂർ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് ആദ്യം ഈ വിഷയത്തിൽ തങ്ങൾ സഹായം അഭ്യർത്ഥിച്ചത് BJP നേതൃത്വത്തോടാണ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോടാണെന്ന് ഇന്നലെ തന്നെ അദ്ദേഹം ഈ സംസ്ഥാന അധ്യക്ഷനെ കണ്ടതിന് ശേഷം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇത് വീണ്ടും ആവർത്തിച്ചിരുന്നു. തുടർന്ന് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും താൻ നിരന്തരം കേന്ദ്രമന്ത്രിമാരുമായി ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ബന്ധപ്പെട്ടിരുന്നു എന്ന് ഇന്നും ഈ അതിരൂപത അധ്യക്ഷൻ വീണ്ടും ആവർത്തിച്ചു. ഇതാണ് മന്ത്രിനെ ഒരു പക്ഷേ ചൊടിപ്പിച്ചിരിക്കുക. അതായത് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടത്-MP-മാർ പാർലമെന്റിൽ ഉയർത്തിയിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമെന്നോണം ഈ മന്ത്രിയുടെ പ്രസ്താവന ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. രാവിലെ സഭയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രമന്ത്രിമാരെയും ഒപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തങ്ങൾ വലിയ നന്ദി അർപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ് സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു താൻ നിരന്തരം കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അതിന് ഡൽഹിയിലുള്ള ചില ലീഗൽ, അതായത് സഭയുടെ ഭാഗമായിട്ടുള്ള ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിലും നിരന്തരം കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് സഭയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം വന്നതോടുകൂടിയാണ് ഒരുപക്ഷെ മന്ത്രി ആർ ബിന്ദുവിനെ അടക്കം ഇത് ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. അതായത് ജോൺ ബ്രിട്ടാസിന്റെ ഇടപെടലിലൂടെയാണ്, അല്ലെങ്കിൽ ഇടത് MP-മാരുടെ ഇടപെടലിലൂടെയാണ് കന്യാസ്ത്രീകൾക്ക് മോചനമുണ്ടായതെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ശ്രമത്തിന്, അല്ലെങ്കിൽ അത്തരം ഗൂഢമായിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടൊരു വിശദീകരണം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല വിഷയങ്ങളുണ്ടാകുമ്പോഴും തനിക്കാക്കി വടക്കാക്കുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും CPIM-ന്റെയും ഒപ്പം തന്നെ ഇടത് പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അത്തരം തന്നെ ഒരു ശ്രമം ഈ വിഷയത്തിലും കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ആർ ബിന്ദുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ല, BJP സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത് ആദ്യം തന്നെ സഭയാണ് ബന്ധപ്പെട്ടത്. ആ സഭയുടെ ആവശ്യത്തെ തുടർന്നാണ് താൻ ഒരു അതായത് BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെ ഈ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. തുടർന്ന് പ്രധാനമന്ത്രിയുമായിട്ടും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ പ്രധാനമന്ത്രിയുടെയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ ഇന്നലെ സഭാ ആസ്ഥാനത്ത് എത്തിയതെന്നും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസ്താവന വരികയുണ്ടായത്. അതായത് താൻ ആദ്യം സഹായം അഭ്യർത്ഥിച്ചത് BJP സംസ്ഥാന അധ്യക്ഷനോടാണ്. ഒപ്പം തന്നെ സഭയുടെ ആസ്ഥാനത്തെത്തിയതിൽ, അതായത് സംസ്ഥാന അധ്യക്ഷൻ സഭയുടെ ആസ്ഥാനത്തെത്തിയതിൽ സഭയ്ക്ക് അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇതൊക്കെ ആവാം ഒരുപക്ഷെ CPM-നെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക.